വാർത്തകളിലേക്ക് വിശദമായി. നിലപാട് കടുപ്പിക്കുന്ന ഗവർണർ. ലോകായുക്ത ഭേദഗതി ഒഴികെയുള്ള വിവാദ ബില്ലുകളിൽ സർക്കാരിന്റെ വിശദീകരണം തൃപ്തികരമെങ്കിൽ ഒപ്പിടുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. CNN ന്യൂസ് 18 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ഗവർണർ നിലപാട് വ്യക്തമാക്കിയത്. 4 മന്ത്രിമാരാണ് ഇന്ന് വൈകിട്ട് രാജ്ഭവനിൽ എത്തുന്നത്. ഇതുവരെ ഒപ്പിടാത്ത 8 വിവാദ ബില്ലുകളിൽ ഗവർണറുടെ നിലപാട് ഇന്നറിയാം. ബില്ലിൽ തർക്കങ്ങളില്ലെന്നും സംശയങ്ങൾക്ക് തൃപ്തികരമായ വിശദീകരണം നൽകിയാൽ ഒപ്പിടുമെന്നുമാണ് ഗവർണർ നൽകുന്ന സന്ദേശം. ന്യൂസ് 18 അനുവദിച്ച അഭിമുഖത്തിൽ ഗവർണർ നിലപാട് വ്യക്തമാക്കി. I am duty bound. I cannot do otherwise. There is no dispute, therefore no question of reconciliation. They have to satisfy me that these measures do not contradict the provisions of the Constitution and the spirit of those provisions and the laws. And I am open to discussion. എന്നാൽ ലോകായുക്ത ഭേദഗതി ബില്ലിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന സൂചനയും ഗവർണർ നൽകുന്നു. So they are coming tomorrow if they are able to satisfy me, because for instance they on the question of the Lokayukta, the government itself wants to sit in judgment. Nobody can be a judge in his own cause. If they are able to satisfy me, I will clear the bill. If they are not able to satisfy me. മന്ത്രിമാരായ പി രാജീവ്, ആർ ബിന്ദു, VN വാസവൻ, വി അബ്ദുറഹ്മാൻ എന്നിവർ ഗവർണറെ കാണും. മന്ത്രി ചിഞ്ചു റാണി നേരത്തെ ഗവർണറെ കണ്ട കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മിൽമയുമായി ബന്ധപ്പെട്ട ബില്ലിൽ ഗവർണർ ഒപ്പിട്ടേക്കും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വിശദീകരണം നൽകിയാലും സർവകലാശാല ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിട്ടേക്കില്ല. അത് രാഷ്ട്രപതിക്ക് അയക്കും എന്ന് ഗവർണർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രിമാരെ ഗവർണർ അത്താഴവിരുന്നിനും ക്ഷണിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. മുത്തലാഖിലെ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മുത്തലാഖിനെ കുറ്റകരമാക്കിയതിനെ മുഖ്യമന്ത്രി എതിർക്കുന്നത് അറിവില്ലായ്മ കൊണ്ടെന്ന് ഗവർണർ. ഇസ്ലാമിക നിയമത്തിലും മുത്തലാഖ് കുറ്റകരമാണ്. ഇടതു പാർട്ടികൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കളിക്കുന്നത്. ഇടതിന്റെ നിലപാട് അവരുടെ അധികാര കൊതിയെ കാട്ടുന്നുവെന്നും CNN ന്യൂസ് 18 നൽകിയ എക്സ്ക്ലൂസീവ് അഭിമുഖത്തിൽ ഗവർണർ ആരോപിച്ചു. One thing, and triple divorce is totally different from divorce as a civil subject. So the law which the government of India has made, in fact, is more humane. That they are possibly revisiting their stand. They are reviewing their earlier whatever they have said earlier, which is on record. But this is not merely, I won't look at it from this angle, because I heard somebody who was speaking before me that to attract the votes of some community. No, the game is larger than that. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ക്രമക്കേടിൽ പരിശോധന വ്യാപകമാക്കി വിജിലൻസ്. വില്ലേജ് ഓഫീസ്, ഗുണഭോക്താക്കളുടെ വീടുകൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തും. സംഘടിതമായ തട്ടിപ്പാണ് നടന്നതെന്ന് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം കളക്ടറേറ്റുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ ദുരിതാശ്വാസ നിധിയിലെ ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് പരിശോധന വ്യാപകമാക്കാൻ വിജിലൻസിന്റെ തീരുമാനം. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നേരത്തെ സർക്കാരിൽ നിന്നുൾപ്പെടെ പരാതി ലഭിച്ചിരുന്നു. വ്യാപക ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ വില്ലേജ് ഓഫീസുകളിലും ഗുണഭോക്താക്കളുടെ വീടുകളിലും പരിശോധന നടത്തും. സംഘടിതമായ തട്ടിപ്പാണ് നടന്നതെന്ന് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം പറഞ്ഞു. CMന്റെ ഓഫീസിൽ തന്നെ അവർ കുറച്ച് അപേക്ഷകൾ അവരുടെ അടുത്ത് വന്നപ്പോൾ വെരിഫൈ ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം വന്നു. പിന്നെ കുറേ കംപ്ലയിൻറ്റ്സ് നമുക്ക് ഇങ്ങനത്തെ വിവിധ സോഴ്സുകളിൽ ഇൻ്റലിജൻസ് കളക്ട് ചെയ്തുണ്ടായി. അപ്പം ആദ്യം നമ്മൾ ഓർത്ത് ഇത് ലോക്കലൈസ്ഡ് ആയിരിക്കും. കുറച്ച് ജില്ലകളിലൊക്കെ ആദ്യം കൊല്ലത്താണ് നമുക്ക് കൂടുതൽ കംപ്ലയിൻറ്റ്സ് കിട്ടിയത്. പക്ഷെ നമ്മൾ എല്ലാ ജില്ലയിലും നോക്കിയിട്ട് കുറേ സ്ഥലത്ത് ഇത് ക്രമക്കേട് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊരു സ്റ്റേറ്റ് വൈഡ് സർപ്രൈസ് ഒക്കെ നടത്തി. വിജിലൻസ് റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടി സ്വീകരിക്കും. അർഹതപ്പെട്ടവർക്കുള്ള സഹായം നഷ്ടമാകില്ലെന്നും റവന്യൂ മന്ത്രി. വിജിലൻസിന്റെ റിപ്പോർട്ട് എന്താണ് എന്ന് മനസ്സിലാക്കുകയും അക്കാര്യത്തെക്കുറിച്ച് നല്ലതുപോലെ പഠിക്കുകയും ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തെക്കുറിച്ച് നമുക്കൊരു കൃത്യമായ മറുപടി പറയാൻ പറ്റുള്ളൂ. ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഏതെങ്കിലും വിധത്തിൽ കുറ്റം ചെയ്ത ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഒരാൾ കുറ്റം ചെയ്തതിന്റെ പേരിൽ അർഹരായ ഒരാൾക്കും ചികിത്സാ സഹായം നിഷേധിക്കാനും പോകുന്നില്ല. തട്ടിപ്പ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇല്ലെങ്കിൽ പ്രളയ ഫണ്ട് തട്ടിപ്പ് കേസിന്റെ അവസ്ഥയാകും. കുട്ടികൾ കുടുക്കവരെ പൊട്ടിച്ചു നൽകിയ പണമാണ് അപഹരിക്കപ്പെട്ടതെന്നും VD സതീശൻ പറഞ്ഞു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ച്
വ്യാപകമായി ഈ ഫയലുകൾ പരിശോധിച്ച് അന്വേഷണം നടത്തേണ്ടതാണ്. പ്രളയ ഫണ്ട് തട്ടിപ്പിൽ നടന്നത് ഈ ദുരിതാശ്വാസ നിധി ഫണ്ട് തട്ടിപ്പിൽ നടക്കരുത് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഒരു ജില്ലയിൽ ഏകദേശം 300 അപേക്ഷകളാണ് പരിശോധിക്കുന്നത്. തട്ടിപ്പിന്റെ പങ്കുപറ്റൽ രീതി എങ്ങനെയെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പുതിയ മാർഗനിർദ്ദേശം സർക്കാരിന് നൽകും. ന്യൂസ് 18 തിരുവനന്തപുരം. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുതിയ മേധാവി. സയ്യിദ് അക്തർ മിർസ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനാകും. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് സയ്യിദ് അക്തർ പറഞ്ഞു. എന്നാൽ അതിന്റെ പേരിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ആവില്ലല്ലോ. ജീവനക്കാരുമായും വിദ്യാർത്ഥികളുമായും നേരിട്ട് ചർച്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. About joining the KR Narayanan Institute, National Institute for Visual Arts and Science. I said yes because I know it is an institute that has a problem, and but I also felt we owe it to the institute and the students over there that it doesn't stop. It has to keep functioning. It's very important. We cannot have a and of this size and this kind for it to not be helmed by people. It is important. So when I met the Chief Minister and the Education Minister, I said, the vision that I'm bringing to this is that let's start afresh with fresh ideas in the sense that let's make it a national institute. It is a institute based in Kerala, but it's also a national institute. And what we have in mind is a kind of a holistic vision towards the visual arts and the act of creation. I've seen that happen at the FTI when I was the chairman of the place, and I've taught at the ESR FTI. But here I just felt that here is an incredible opportunity for a space to become a center for excellence, and it's possible. So I took up the offer, and I was assured a free hand by the minister and the chief minister. Look, and they respected my point of view. They said, fine, we will do this. We will support it to the fullest degree. To basically see this space, it is in Kerala. This is a fact. And so therefore it should have that basis very clearly. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള പ്രയോഗം അന്വർത്ഥമാക്കാവുന്ന വിധത്തിൽ ദേശീയ അടിസ്ഥാനത്തിലൊക്കെയുള്ള ഈ മേഖലയിൽ വൈദഗ്ധ്യമുള്ളവരെ ഇവിടെ ക്ഷണിച്ചു കൊണ്ടുവന്ന് മാസ്റ്റേഴ്സ് ഇൻ റെസിഡൻസ് എന്നുള്ള രീതിയിൽ പ്രോഗ്രാം നടത്താമെന്നാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുള്ള ആശയം. അപ്പോൾ അവരിവിടെ താമസിച്ച് കുട്ടികളോടൊപ്പം അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യുകയും ഒരുമിച്ച് സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയും ഡയറക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള നിലയ്ക്കുള്ള ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കാനുള്ള ശ്രമമാണ്. ഡയറക്ടറും ഏറ്റവും പെട്ടെന്ന് തന്നെയാവും. സെർച്ച് കമ്മിറ്റി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ഡയറക്ടറെ വൈകാതെ തെരഞ്ഞെടുക്കുമെന്നാണ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞത്. ഡാൻ കുര്യനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, നേരത്തെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനായി ഒക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തി കൂടിയാണ് മിർസ. എന്തൊക്കെ പ്രതീക്ഷകളാണ് അദ്ദേഹം പങ്കുവച്ചത്? അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും അദ്ദേഹം പഠിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു? KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് വിഖ്യാത ചലച്ചിത്രകാരൻ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും നേരിട്ട് സയ്യിദ് അക്തർ മിർസയുമായിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കണം എന്ന കാര്യം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. ആ ക്ഷണം താൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ് എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉള്ളതായി തനിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ വളരെ നാളായി തന്റെ അടുത്ത സുഹൃത്താണ്. ഈ പ്രശ്നങ്ങൾ ഉള്ളതിന്റെ പേരിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ കഴിയില്ലല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് തന്നെ കോട്ടയത്തേക്ക് എത്തുമെന്നും കോട്ടയത്ത് എത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിച്ച ശേഷം ജീവനക്കാരുമായും വിദ്യാർത്ഥികളുമായി നേരിട്ട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് മനസ്സിലാക്കി അതിന് അടിയന്തരമായ പരിഹാരം കാണാൻ വേണ്ട നടപടികൾ എടുക്കുമെന്നുമാണ് നീറ്റ് ചെയർമാനായിട്ടുള്ള
സയ്യിദ് അക്തർ മിർസ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരും ഏറെ പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തെ പോലെ പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ ചെയർമാനായിരുന്ന സയ്യിദ് അക്തർ മിർസയെ ഈ ഒരു സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വീണ്ടും വാർത്തകളിലേക്ക്. തീരാശങ്ക. ഇരിക്കൽ സമരവും മൂത്രപ്പുര സമരവും സമീപകാലത്ത് കേരളം കണ്ട സ്ത്രീ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ സമരങ്ങളായിരുന്നു. വിജി പെൺകൂട്ട് നയിച്ച 2009 സമരത്തെ തുടർന്ന് കോഴിക്കോട്ട് സ്ത്രീകൾ അനുഭവിച്ചു വന്ന പ്രശ്നങ്ങൾക്കൊരു പരിധിവരെ പരിഹാരമായെങ്കിലും മറ്റിടങ്ങളിൽ സ്ഥിതി ഇപ്പോഴും പരിതാപകരമാണ്. സ്ത്രീ സൗഹൃദമെന്ന് മേനി നടിക്കുകയും സർക്കാർ സ്ത്രീ സൗഹൃദ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊന്നും വലിയ രീതിയിൽ ഫലം കണ്ടിട്ടില്ല. ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരം നഗരത്തിൽ പോലും വൃത്തിയുള്ള പൊതു ശൌചാലയങ്ങളോ വിശ്രമ കേന്ദ്രങ്ങളോ സ്ത്രീകൾക്കില്ല. തലസ്ഥാന നഗരിയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിലേക്ക് ക്യാമറ തിരിക്കുകയാണ് ലേഡീസ് ബാൻഡ് ഇന്ന്. നമ്മുടെ വ്യാപാര കേന്ദ്രങ്ങൾ എത്രമാത്രം സ്ത്രീ സൗഹൃദമാണെന്ന് പരിശോധിക്കുന്നു. ഐശ്വര്യാനിലിന്റെ റിപ്പോർട്ടിലേക്ക്. ഈ കാലത്ത് നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്ന ഒരു പ്രയോഗമാണ് സ്ത്രീ സൗഹൃദം. എങ്ങനെ ഒരിടം സ്ത്രീ സൗഹൃദമാകും? ഏറ്റവും ചുരുങ്ങിയത് അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങളെങ്കിലും വേണമെന്ന് ഉത്തരം. തലസ്ഥാനത്തെ മാർക്കറ്റുകൾ സ്ത്രീ സൗഹൃദമാണ്. ഏറ്റവും അധികം സ്ത്രീകൾ കച്ചവടം ചെയ്യാനും ഒപ്പം ദിവസേന വന്നു പോകുന്നതുമായ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ത്രീ സൗഹൃദമാണോ എന്ന് നമ്മൾ പരിശോധിക്കുന്നു. ഏറ്റവും പ്രാചീനമായ വാണിജ്യ കേന്ദ്രങ്ങളിലൊന്ന് നമ്മുടെ പാളയം കണ്ണുമാറ മാർക്കറ്റ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അത് പിന്നീട് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ആ കഥയൊക്കെ എല്ലാവർക്കും സുപരിചിതമാണ്. എന്തായാലും ഈ പാളയം മാർക്കറ്റിൽ നിരവധി സ്ത്രീകളാണ് കച്ചവടം നടത്താനും സാധനങ്ങൾ വാങ്ങാനുമൊക്കെ എത്തുന്നത്. ഇവിടെ സ്ത്രീകൾക്കായി എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ബാത്റൂം ഒന്നും ഇല്ല. ഒന്നിന് പോകാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടുകളാണ്. വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. വെള്ളം കുടിച്ചാൽ മൂത്രിക്കാൻ പോകണം. അതുകൊണ്ട് പത്രം എടുത്ത് പോണ റോഡിൽ ഇവിടെ ഒരു സൗകര്യം ഒന്നുമില്ല. മകൻ്റെ മക്കളെ ഇവിടെ നിന്ന് പോകണമെങ്കിൽ നമുക്ക് അവിടെ 10 രൂപ കൊടുത്ത് മുകളിൽ പോകണം. അല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളവും കുടിക്കില്ല, തണ്ണിയും ഇല്ലാതെ ഇവിടെ കാഞ്ഞ് ചാവാൻ തുണിഞ്ഞിരിക്കുന്നു. വെള്ളമില്ലാതെ ജീവിതം ഉണ്ടാ. അതുകൊണ്ട് അവരാണ് ഇവിടെ താമസിക്കുന്നത്. അവരിവിടെ കയറ്റുന്നില്ല ഞങ്ങളില്ലെങ്കിൽ ഈ ബാത്റൂമിലാണ് ഞങ്ങൾക്കാണ് കെട്ടിയിട്ടത്. ഇപ്പം ഈ കിണ്ടിക്കാരന്മാരാണ് ഈ ബാത്റൂമിൽ, അവന്മാരാണ് ഇതെല്ലാം അടച്ചു കെട്ടി ഒരു മനുഷ്യരെ ഇതിന് അകത്ത് കയറ്റുന്നില്ല. പൊന്നുമാണ് ഞങ്ങൾ എവിടെയാണ് പോകാനുള്ളത്? ഈ 1-നോ 2-നോ നമ്മളൊന്ന് പോകണമെന്ന് നിശ്ചയിച്ചാൽ നമ്മൾ വെളിയിലിറങ്ങി ഒരു 5 രൂപ പോയിന്റ് നടന്ന് വേണം അങ്ങ് സാബല്യത്തിനകത്ത് പോവേണ്ടത്. ചില അമ്മമാർ, ബുദ്ധിമുട്ടുള്ള അമ്മമാർ കാണാതെയും കണ്ടും ഈ മീൻ കച്ചവടം ചെയ്യുന്നതിനകത്ത് തന്നെ 1-2 ചെയ്യുകയാണ്. അവർ രാവിലെ വരുമ്പോൾ മാറിയും തിരിഞ്ഞ് ചീത്ത വിളിയാണ് ഇവിടെ നടക്കുന്നത്. കാരണം അവർക്ക് ഓടി മുന്തുന്നില്ല. മൂത്രം ഒഴിക്കാനായാലും 2-ന് പോകാനായിരുന്നാലും അവർക്ക് ചെന്നെത്താൻ നോക്കുന്നില്ല. അവർ വയ്യാത്ത അമ്മമാർ എന്ത് ചെയ്യുന്നു? ഇതിനകത്തിരുന്ന് തന്നെ 1-2 പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പേട്ട മാർക്കറ്റിലാകട്ടെ തിരുവനന്തപുരം നഗരസഭ ഒരുക്കിയ ബാത്റൂമുകൾക്ക് പുറമെ വാതിലില്ലെന്നാണ് പരാതി. വികസിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ബാത്റൂമിൽ വാതിലിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. കൂടുതലും ഇവിടെ നമ്മൾ നേരെ ബാക്കിലാണ് ബാത്റൂം. കണ്ട അപ്പോൾ ആൾക്കാർ ഇവിടെ വന്ന് നേരെ നിൽക്കുമ്പോഴത്തേക്ക് നേരെ കാണുന്നത് ബാത്റൂമാണ്. അപ്പോൾ അവർക്കതൊരു അസൗകര്യമാണ്. ഒരു ബാത്റൂമേ ഉള്ളൂ. 2 ബാത്റൂമുകളിൽ ഒന്നും ഒട്ടും വൃത്തിയില്ലാതെ കിടക്കുന്നു. ഒറ്റ ബാത്റൂമിലാണ് ഈ വരുന്നവരെല്ലാവരും പോകുന്നത്. പിന്നെ ഈ ബാത്റൂമിൻ്റെ വെളിയിൽ ഒരു വാതിലിടാൻ പറഞ്ഞ് ആരും ഇതുവരെ ഇട്ടിട്ടില്ല. അത് ഞങ്ങൾ വളരെ വിഷമവും. പിന്നെ ഈ മുകളിൽ ഇരിക്കുന്നില്ലേ, ഇത് മഴ വരുമ്പോൾ മൊത്തവും വെള്ളം അതിനകത്താണ് വീഴുന്നത്. ആ മലക്കറിക്കാരുടെ ഭാഗത്ത് മാത്രം ആ ഷീറ്റ് ഇട്ടിട്ടുള്ളൂ. ഈ മീൻകറികളുടെ ഇവിടെ മഴ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും നനഞ്ഞ് കുളിച്ചാണ് ഇതിനകത്ത് നിന്ന് മീൻ വയ്ക്കുന്നത്. ഒപ്പം അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും ഇവിടുത്തുകാർക്ക് പരാതിയുണ്ട്. ഇവിടെ ലൈറ്റും ഫാനും ഒന്നും വർക്കല്ല.
എല്ലാം കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അതിന് ഞങ്ങൾ തന്നെ ഈ കടയ്ക്കകത്ത് ജോലി ചെയ്യുന്നവർ തന്നെ പൈസ അടയ്ക്കണമെന്നാണ് പറയുന്നത്. ഞങ്ങൾ മോട്ടറിനും ഞങ്ങൾ സ്വന്തമായിട്ട് ലൈറ്റുകൾ വാങ്ങിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ. ആ ലൈറ്റും ഞങ്ങളാണ് കറണ്ട് ബില്ല് അടയ്ക്കുന്നത്. എല്ലാവരും അടയ്ക്കുമ്പോൾ അതിൻ്റെ ഷെയർ ഞങ്ങളും കൊടുക്കണം. പിന്നെ രാത്രി ഞങ്ങളൊരു 3-4 കച്ചവടക്കാർ തന്നെ അകത്തുണ്ട്. അപ്പം കുറച്ച് ആൾക്കാർ വൈകുന്നേരം വരുന്നവർക്ക് വേണ്ടിയാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്, അവർക്ക് മീൻ കൊടുക്കാൻ കണക്കായി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി, ഞങ്ങൾക്ക് ഫാനും ഇല്ല, വലിയ ലൈറ്റ് ഗവൺമെൻറ് വഴി ഇവിടെ സോളാർ ലൈറ്റ് എന്ന് പറഞ്ഞ് കുറേ ലൈറ്റ് കൊണ്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പറഞ്ഞ് നിങ്ങൾ ഈ പിന്നെ പൈസ ഒന്നും അടയ്ക്കേണ്ടത് ഗവൺമെൻറ് നിങ്ങൾക്ക് വേണ്ടി തന്നതാണെന്ന്. കുറച്ച് കഴിഞ്ഞപ്പം ഈ ബില്ലും വരുന്ന ആ ബില്ലും 2 ബില്ലും വരുന്ന ഞങ്ങൾ മൊത്തവും ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് അടയ്ക്കണം. കച്ചവടവും ഇല്ല, ഞങ്ങൾ ഏത് പൈസ എടുത്ത് അടയ്ക്കും എന്ന് ചോദിച്ചുകൊണ്ട് ആ സോളാർ ലൈറ്റൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് അത് ഗവൺമെൻറ് പൈസ അടച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം അടയ്ക്കണമെന്ന് പറഞ്ഞ് പിന്നെ അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഇതിലൊന്നും അറിയത്തില്ല എന്താണ് ശരിയും തെറ്റും. നഗരത്തിലെ ചില വാണിജ്യ കേന്ദ്രങ്ങളെങ്കിലും ഇനിയും സ്ത്രീ സൗഹൃദമാകേണ്ടതുണ്ട്. തലസ്ഥാന നഗരി സ്മാർട്ട് സിറ്റി ആകുന്നു എന്ന് പറയുമ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് നേരെ അധികാരികൾ കണ്ണു തുറക്കണം, നടപടികളുണ്ടാകണം. സന്തോഷ് കുമാറിനൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം. തലസ്ഥാനത്ത് പലയിടങ്ങളിലും സ്ഥാപിച്ച ഷീ ഇ ടോയ്ലറ്റുകളുടെ അവസ്ഥ എന്താണ് നോക്കാം. പലതും പ്രവർത്തനരഹിതമാണ്. കോടികൾ മുടക്കി നടപ്പാക്കിയ പദ്ധതിയുടെ അവസ്ഥ കവടിയാറിലെ ഒരു ഇ ടോയ്ലറ്റിന്റെ അവസ്ഥയിലേക്ക്. തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗമായ കവടിയാറിലാണ് ഞാനുള്ളത്. എനിക്ക് പിന്നിൽ കാണുന്ന പോലെ കവടിയാർ ജംഗ്ഷനാണ്. ജംഗ്ഷന് തൊട്ടിപ്പുറത്ത് വിവേകാനന്ദ പാർക്കുണ്ട്. ഒപ്പം തന്നെ നിരവധി കടകളുള്ള സ്ഥലമാണ്. കുറച്ചപ്പുറത്തേക്ക് നമുക്ക് നോക്കിയാൽ ഇരുവശങ്ങളിലും ബസ് സ്റ്റോപ്പുകൾ അടക്കം ഉള്ള ഒരു ഹബ്ബാണ്. ഒരുപാട് അധികം കടകളുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ വന്നു പോകുന്ന ഒരിടം കൂടിയാണ് കവടിയാർ. കവടിയാറിലെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ചിൽഡ്രൻസ് പാർക്കാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഇ ടോയ്ലറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അതായത് മുൻപ് പല ഘട്ടങ്ങളിലും ഒരുപാടധികം സർക്കാരും ഒപ്പം തന്നെ നഗരസഭയും ഒക്കെ പല കാലങ്ങളിലും കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന പദ്ധതിയാണ് ഈ ഷീ ഇ ടോയ്ലറ്റുകൾ. ഇത് 2011-12 കാലയളവിൽ തിരുവനന്തപുരം നഗരസഭ സ്ഥാപിച്ച ഒരു ഇലക്ട്രോണിക് പബ്ലിക് ടോയ്ലറ്റ് ആണ്. അത് ഇപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും പ്രവർത്തനരഹിതമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത് മാത്രമല്ല ഇത് ഏതാണ്ട് കാട് പിടിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു തരത്തിലും ഇത് ഉപയോഗിക്കാനാകില്ല. ഈ ഇലക്ട്രോണിക് ടോയ്ലറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവിധ പ്രവർത്തനങ്ങളും ആ രീതിയിലാണ്. മൊത്തത്തിൽ ഇത് ഈ പ്രവർത്തനരഹിതമായിരിക്കുന്ന ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പലയിടങ്ങളിലും ഇത്തരം ടോയ്ലറ്റുകൾ, അതായത് പണ്ട് കോടികൾ മുടക്കി പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ പദ്ധതികളുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇതിന് സമാനമായി തന്നെയാണ് പലയിടങ്ങളിലും ഇപ്പോൾ ഈ ടോയ്ലറ്റുകൾ ഉള്ളതും. ഈ ഒരു അവസ്ഥ മാറണം എന്നുള്ള ആവശ്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കവടിയാർ പാർക്കാണ്. തൊട്ടപ്പുറത്ത് വിവേകാനന്ദ പാർക്കുണ്ട്. ആ പാർക്കിൽ നിരവധി പേരാണ് വൈകുന്നേരങ്ങളിൽ എത്തുന്നത്. ഒപ്പം തന്നെ അപ്പുറത്തും ഇപ്പുറത്തുമായി, അതായത് ഇരുവശങ്ങളിലായി ബസ് സ്റ്റോപ്പുകളുണ്ട്. ഒരുപാടധികം കടകൾ പ്രവർത്തിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഈ ടോയ്ലറ്റ് ആയിരുന്നു. അതിന്റെ നിലവിലത്തെ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടത്. ഇതിലൊക്കെ ഒരു മാറ്റം വരണം. പ്രത്യേകിച്ച് തലസ്ഥാന നഗരി സ്മാർട്ട് സിറ്റി ആകുന്നു എന്നതിന്റെ ഒരു അത്തരത്തിൽ മുഖമിനുക്കൽ പരിപാടികളെല്ലാം നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ ടോയ്ലറ്റുകളുടെ ഒരു നിലവിലത്തെ അവസ്ഥ ഈ രീതിയിലാണ് എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരുന്നത്. ഇതിനെതിരെ ഒരു നടപടി ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യം പൊതുവായി തന്നെ ഉയരുന്നുണ്ട്. കാരണം പൊതു ഇടങ്ങളിൽ ടോയ്ലറ്റുകൾ വേണം എന്നുള്ള ഒരു ആവശ്യം, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും പുറത്തു പോയാൽ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ അത് എത്രയധികം ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന് നോക്കി ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന സ്ത്രീകളാണ് കൂടുതലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഇടങ്ങളിൽ വന്ന് സ്ത്രീകൾ ടോയ്ലറ്റിൽ പോകാൻ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച പലയിടങ്ങളിലും കാണാനാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഷീ ഇ ടോയ്ലറ്റ് പദ്ധതികളൊക്കെ തന്നെ പൂർണ്ണമായും തിരിച്ചു വരണം. അത് എല്ലാ രീതിയിലും മികച്ച പ്രവർത്തനത്തിലേക്ക് തിരികെ വരണം എന്നുള്ള ആവശ്യം ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും കവടിയാറിലെ ഈ ടോയ്ലറ്റിന്റെ അവസ്ഥയാണിത്. ഇതേ സാഹചര്യം തന്നെയാണ് നഗരത്തിലെ പലയിടങ്ങളിലും ഈ ടോയ്ലറ്റുകൾക്കും ഷീ ടോയ്ലറ്റുകൾക്കും സംഭവിച്ചിരിക്കുന്നത്. എല്ലായിടത്തെയും കാര്യമല്ല പറയുന്നെങ്കിൽ ചിലയിടങ്ങളിലെങ്കിലും ഇത്തരം സംഭവങ്ങളുണ്ട്. ഇതിനൊക്കെ ഒരു മാറ്റം വരണം. ഈ ടോയ്ലറ്റുകളും ഷീ ടോയ്ലറ്റുകളും അത്രയധികം വീണ്ടും, അതായത് സ്മാർട്ട് സിറ്റി ആകുമ്പോൾ, തലസ്ഥാനം സ്മാർട്ട് സിറ്റി ആകുമ്പോൾ ഈ ടോയ്ലറ്റുകളും ഷീ ടോയ്ലറ്റുകളും കൂടുതൽ വേണം. അത് സ്ത്രീ സൗഹൃദമാകണം. പ്രത്യേകിച്ച് തലസ്ഥാനം സ്ത്രീ സൗഹൃദമാകണമെങ്കിൽ അവരുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് സൗകര്യമൊരുക്കുന്ന ഒരു നഗരം കൂടിയാകണം തലസ്ഥാനം. എന്തായാലും ഇത്തരം കാര്യങ്ങൾക്ക് നേരെ അധികാരികൾ കണ്ണു തുറക്കണമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കൃഷ്ണപ്രസാദിനൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം.
ഈ സ്ത്രീ ശാക്തീകരണത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ എണ്ണം കൂടുക എന്നത്. അപ്പോൾ അവിടെ ജെൻഡർ വ്യത്യാസമില്ലാതെ സ്ത്രീകൾക്ക് തൊഴിലെടുക്കുന്ന അല്ലെങ്കിൽ സ്ത്രീ സൗഹൃദ ഇടങ്ങളായി അവിടങ്ങൾ മാറണമെന്ന് നമുക്കറിയാം. ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ തൊഴിലെടുക്കാൻ എത്തുന്ന സ്ത്രീകൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിലുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഒരുക്കിയിട്ടുള്ള കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ പോലും പലതും ഇപ്പോൾ പ്രവർത്തനരഹിതമായിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പാളയത്ത് നിന്നായാലും ഇപ്പോൾ മറ്റ് ചാല മാർക്കറ്റിൽ നിന്നായാലും മറ്റുമൊക്കെ സ്ത്രീകൾ തന്നെ നേരിട്ട് പങ്കുവച്ചത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പാളയം മാർക്കറ്റിൽ നിന്ന് ഐശ്വര്യ വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. ഐശ്വര്യ, ഏറ്റവും പ്രാഥമികമായി വേണ്ടുന്ന ആവശ്യങ്ങൾ നിറവേറ്റേണ്ട സൗകര്യങ്ങൾ പോലും ഇല്ലാതെയാണ് അവിടെ ജോലി ചെയ്യേണ്ടി വരുന്നത് എന്ന് അവർ തന്നെ പറയുന്നു. 2009 പെൺകൂട്ട് ഇരുപ്പിന് വേണ്ടിയും മൂത്രം ഒഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയുമൊക്കെ പെൺകൂട്ടിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് സമരം നടക്കുന്നത്. അത് പിന്നീട് സിനിമയായി ചർച്ചയായി ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ ചർച്ചയായ വിഷയമാണ്. പക്ഷേ ആ വലിയ സമരം അത് കോഴിക്കോടിന് മാത്രം ചെറിയൊരു മാറ്റം സമ്മാനിച്ചിരിക്കുന്നു. പക്ഷേ കേരളത്തിലെ ബാക്കിയുള്ള ജില്ലകളിലൊക്കെയും അവസ്ഥ മോശമാണ് എന്ന് തന്നെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ അന്വേഷണവും വ്യക്തമാക്കുന്നത്. പാളയം മാർക്കറ്റിൽ ഇനി കൂടുതലായി നമുക്ക് എന്തൊക്കെയാണ് കാണാനും മനസ്സിലാക്കാനുമുള്ളത്? രേണുക, ഞാനിപ്പോൾ ഉള്ളത് തലസ്ഥാനത്തെ പാളയം മാർക്കറ്റിലാണ്. ഇവിടെ ഞാൻ നേരത്തെ ആ റിപ്പോർട്ടിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും, അതായത് ഇവിടെ തൊഴിലെടുക്കാനായി അതിരാവിലെ എത്തുന്ന വനിതകളുണ്ട്, ഒപ്പം തന്നെ ഇവിടെ സാധനം വാങ്ങാൻ എത്തുന്നവരുണ്ട്. പക്ഷെ അവർക്കൊന്നും പെട്ടെന്നൊരു ആവശ്യം വന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഒരു രീതിയിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത് എന്ന് തന്നെയാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായത്. തൊട്ടപ്പുറത്ത് നമുക്ക് കാണാനാവുന്നത് സേധിക വനിതാ വിശ്രമ കേന്ദ്രം എന്നുള്ളതാണ്. ടോയ്ലറ്റ് ബ്ലോക്കാണ്. പക്ഷെ ഇവിടെ മറ്റ് പണികൾ നടക്കുന്നത് കൊണ്ട് ഈ പണിക്കായി എത്തിയവർക്ക് വേണ്ടി ആ കേന്ദ്രം ഒഴിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അതായത് ഇവിടെ എത്തുന്ന വനിതകൾക്ക് വേണ്ട സൗകര്യങ്ങൾ പൂർണ്ണമായും ഈ പണിക്ക് എത്തിയവർക്ക് വേണ്ടി മാറിക്കൊടുത്തിരിക്കുകയാണ്. പകരം ഒരു സൗകര്യം ഇവർക്കായി ഒരുക്കി കൊടുത്തിട്ടില്ല എന്നതുകൂടി നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് തലസ്ഥാനം സ്മാർട്ട് സിറ്റി ആകുന്നു. എല്ലായിടങ്ങളിലും എല്ലാ കാര്യങ്ങളും മികച്ച രീതിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ചെയ്യുന്നു എന്ന് പറയുന്നു. പല പ്രഖ്യാപനങ്ങൾ വരുന്നു. പക്ഷെ ആ പ്രഖ്യാപനങ്ങൾക്കപ്പുറത്തേക്ക് സാധാരണക്കാരിലേക്ക് ഈ പ്രഖ്യാപനങ്ങൾ എത്തുന്നില്ല എന്നതിന്റെ നേർക്കാഴ്ചയാണ് പല മാർക്കറ്റുകളിൽ നിന്നും നമ്മളിപ്പോൾ കണ്ടത്. അല്പം മുൻപ് പേട്ട മാർക്കറ്റിൽ നിന്നായാലും ഇപ്പോൾ പാളയം മാർക്കറ്റിൽ നിന്നായാലും നമുക്ക് അത് തന്നെയാണ് കാണാനാവുന്നത്. ഈ ഉച്ചയ്ക്ക് ഒരല്പം വിശ്രമിക്കണമെങ്കിൽ പോലും, അതായത് അതിരാവിലെ കച്ചവടത്തിനായി എത്തുന്നവരാണ്, ഉച്ചയ്ക്കൊന്ന് വിശ്രമിക്കണമെങ്കിൽ പോലും ഒരിടം ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായത്. അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും അത് തന്നെയാണ് മനസ്സിലായത്. ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അധികാരികൾ ഇതിനു നേരെ കണ്ണു തുറക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് അവർക്കുള്ളത്. ഭക്ഷണം കഴിക്കാൻ പോലും അവർ കച്ചവടം ചെയ്യുന്ന ഇടത്തിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥയാണ്. ഒരു വിശ്രമ കേന്ദ്രം പോലും ഇല്ല, ഒരു ശുചിമുറി പോലും ഒരുക്കി നൽകിയിട്ടില്ല. അതായത് അത്യാധുനിക സൗകര്യങ്ങളൊന്നുമില്ല എങ്കിൽ പോലും സാധാരണ അവരുടെ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകാം. ഇവിടെ ഒരു ബാത്റൂം വേണമെന്നുള്ള ആവശ്യം ഉണ്ട്. അത് വേണം. പെണ്ണുങ്ങളെ എവിടെ പോകും? അത് എത്ര പ്രാവശ്യം പറഞ്ഞു ഞങ്ങൾ, പെണ്ണുങ്ങൾക്ക് ഒരു മൂത്രം കഴിക്കാനുള്ള സ്ഥലം വേണം. പെണ്ണുങ്ങൾ എവിടെ പോയി മൂത്രം ഒഴിക്കും? പോകണമെങ്കിൽ വെളിയിൽ തന്നെ പോകണം. അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞാൽ പറയും കട മാറാൻ പോകണം. അതായത് ഭക്ഷണം കഴിക്കാൻ പോലും സ്ഥലമില്ല എന്നുള്ള ഒരു പരാതിയാണ് ഇവിടെ പാളയം മാർക്കറ്റിൽ നിന്ന് നമുക്ക് കേൾക്കാനാകുന്നത്. നിങ്ങൾ എവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്? ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കുന്നത്. വേറെ എവിടെ പോവാ? ബാത്റൂം സൗകര്യങ്ങൾക്ക് ഒന്നുമില്ല ഇവിടെ. ഒരു ബാത്റൂമും ഇല്ല. പെണ്ണുങ്ങളൊക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത്. ഞങ്ങള് മാത്രമേ ഉള്ളു. പരാതി പറഞ്ഞിരുന്നോ ആരോടെങ്കിലും? അങ്ങനെ പരാതി പലപ്പോഴും ഇങ്ങനെ ആൾക്കാർ വന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്. ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഈ പരാതി പറഞ്ഞിട്ട് ഒന്നും ഒരു പരിഹാരവും ഉണ്ടായില്ല. ഒന്നുമില്ല. ഒരു ബാത്റൂം സൗകര്യങ്ങൾക്കായി ഒന്നുമില്ല. ഈ ആളുകളൊക്കെ നമ്മളൊക്കെ നിൽക്കുന്നിടത്ത് ഈ പൈപ്പിൽ വെള്ളം എടുക്കാൻ പോണാൽ അവിടെയൊക്കെ നിന്നാണ് കാര്യങ്ങൾ സാധിക്കുന്നത്. സത്യം പറയാണ്. ഇവിടെ എല്ലാരും വന്ന് ഇതേപോലെ ഒന്ന് ചോദിച്ചിട്ട് പോകും. അതിന്റെ ഒരു മറുപടിയും ഇല്ല. അത് തന്നെയാണ് അവരും പറയുന്നത്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണിക്കൂറുകളോളം ശൗചാലയത്തിൽ പോകാൻ കഴിയാതെ കഴിച്ചുകൂട്ടേണ്ടി വരുന്ന അവസ്ഥ എത്രമാത്രം പരിതാപകരമാണ് എന്നവർ പറയുകയായിരുന്നു. ഞാൻ ഐശ്വര്യയിലേക്ക് എത്താം. ഇപ്പോൾ നമുക്കൊപ്പം കുഞ്ഞില മസലാമണി ചേരുകയാണ്, ഡയറക്ടർ. കുഞ്ഞിലയുടെ
ഈ സാഹചര്യവുമായി കുഞ്ഞിലെ ചേർത്ത് നിർത്തുന്നത് ഈ ബെജി പെൺകൂട്ട് നടത്തിയ സമരം അത് ഒരു സിനിമയാക്കി ഫ്രീഡം ഫൈറ്റിലെ എന്ന ആന്തോളജി ഫിലിമിലെ അസംഘടിതർ എന്ന സിനിമയുടെ ഡയറക്ടർ എന്ന നിലയിലാണ് കുഞ്ഞില ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. കുഞ്ഞില, താങ്കൾ ആ സിനിമയുടെ ഡയറക്ടർ എന്നതിനപ്പുറം ആ സമരത്തിൻ്റെ കൂടെ ഒരു ഭാഗമായിരുന്നു. അവർക്ക് പിന്നാലെ സഞ്ചരിച്ച് അവരുടെ ആ സമരത്തിൻ്റെ ഒരു ആളായി തന്നെ നിന്ന വ്യക്തി കൂടിയാണ് കുഞ്ഞില. ഇതിപ്പോൾ നമ്മൾ 2009 കണ്ട സമരമാണ്. അത് അന്തർദേശീയ തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെട്ട സമരമാണ്. പക്ഷേ അതിൻ്റെ ഒരു അനന്തര ഫലം അത് ആ കോഴിക്കോട് എന്ന് പറയുന്ന കുറച്ച് സ്ഥലത്ത് കുറച്ച് ഇടങ്ങളിൽ മാത്രമായി മാറി. അവിടെ മാത്രം കുറച്ചൊരു മാറ്റം കാണുന്നു. പക്ഷേ സംസ്ഥാനത്തെ പലയിടങ്ങളിലും ഇപ്പോൾ പോലും നമ്മൾ അന്വേഷിക്കുമ്പോൾ അവസ്ഥ ഇതാണ്. മാർക്കറ്റുകളിലൊക്കെ മത്സ്യം വിൽക്കാനൊക്കെ എത്തുന്ന സ്ത്രീകൾ മണിക്കൂറുകളോളം ഒരു ശൗചാലയ സൗകര്യം പോലും ഇല്ലാതെ കഴിച്ചു കൂട്ടേണ്ടി വരുന്ന അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഞങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു. ഇപ്പോഴും സ്ത്രീ സൗഹൃദം അതിന് അനുകൂലമായ നടപടികൾ സ്വീകരിക്കുന്നു, പ്രഖ്യാപിക്കപ്പെടുന്ന നാടാണ് നമ്മളുടേത്. പക്ഷേ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സൗകര്യമില്ലാതെ നമ്മളുടെ പൊതുനിരത്തുകളും പൊതു ഇടങ്ങളും ഇങ്ങനെ തുടരുന്നതിനെ താങ്കൾ എങ്ങനെ കാണും? ഇത് എന്താണ്, നമ്മൾ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് പോളിസിയിൽ മാറ്റം വരുത്തണേന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാന്നുള്ളത് ഒരു പ്രയോറിറ്റി ആയിട്ട് ആരും കണക്കാക്കുന്നില്ല. അത് നമ്മുടെ സിസ്റ്റം ആയിട്ടുണ്ടെങ്കിലും പോളിസി മേക്കേഴ്സ് ആയിട്ടുണ്ടെങ്കിലും ഇതൊരു പ്രയോറിറ്റിയാണ്. അതിനൊരു പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമാണ്, അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതായത് ഫ്രീ ആക്സസ് ടു എഡ്യൂക്കേഷൻ പോലെ, അല്ലെങ്കിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെയൊക്കെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യമാണെന്ന് കണക്കാക്കി അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു അംഗീകാരം സ്ത്രീകളുടെ ശരി. ശബ്ദത്തിൽ ചില ഡിസ്റ്റർബൻസുകളുണ്ട്. കുഞ്ഞില, ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഇതിന്റെ പ്രാധാന്യം എന്താണ് എന്നത്. ഈ പെൺകൂട്ട് നടത്തിയ സമരം തന്നെ അത് കേരളത്തിന്റെ ആകെയും പ്രശ്നമായി തന്നെ ഉയർന്നു വന്ന ഒരു വിഷയമാണല്ലോ. ഇത് മനസ്സിലാകാഞ്ഞിട്ടാണോ? നമുക്ക് തന്നെ നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ മറ്റൊരു ഞങ്ങളുടെ റിപ്പോർട്ട് ഈ ഷീ ടോയ്ലറ്റ്, ഈ ടോയ്ലറ്റ് അവ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്നതാണല്ലോ. പൊതു ഇടങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന തരത്തിൽ സംവിധാനം ഒരുക്കുകയായിരുന്നു അതിന്റെ ലക്ഷ്യം. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. പലയിടത്തും ഇത് പ്രവർത്തനരഹിതമായിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പദ്ധതികൾ ഇല്ലാത്തതോ ആലോചിക്കാത്തതോ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തതോ അല്ല, നടപ്പിലാക്കുന്ന പദ്ധതികൾ പോലും നടത്തിക്കൊണ്ടു പോകാൻ, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അത് കൃത്യമായ അലംഭാവം തന്നെയല്ലേ? ശരി, കോൾ കട്ടായിരിക്കുകയാണ്. കുഞ്ഞിലയിലേക്ക് വരാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഐശ്വര്യ തുടരുന്നുണ്ട്. ഐശ്വര്യ, അവിടെ ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി അവർക്കൊരു വിശ്രമ കേന്ദ്രം എന്ന നിലയിൽ പണിത കെട്ടിടമാണ്. അത് അവർ ഉപയോഗിച്ച് വന്നിരുന്ന കെട്ടിടം മറ്റൊരാവശ്യത്തിന് വേണ്ടി മാറ്റിക്കൊടുക്കുന്നു എന്നത് എങ്ങനെയാണ് അധികൃതർ വിശദീകരിക്കുക? എന്താണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്? അപ്പോൾ ഇത് പകരം സംവിധാനം ഒരുക്കാതെ ഇവർ ഉപയോഗിച്ചു വന്നിരുന്ന ഒരു സ്ഥലം, ഒരു ഇടം മറ്റൊരാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് എന്ത് ന്യായമാണ് അധികൃതർ പറയുന്നത്? രേണുക, ഈ പാളയം മാർക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ തൊട്ടടുത്ത ഒരു കെട്ടിടത്തിന്റെ പണി നടക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഈ ഒരു കെട്ടിടം ഇപ്പോൾ, ഈ വിശ്രമ കേന്ദ്രം ഇപ്പോൾ സ്ത്രീകൾ ഇവിടെ ഈ പണിക്ക് എത്തിയ അന്യസംസ്ഥാന തൊഴിലാളികളായവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹകരിക്കണം എന്നുള്ള ആവശ്യമാണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും പകരം ഒരു സംവിധാനം അവർ ഒരുക്കി കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും അധികം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും. അതായത് പകരം ഒരു സംവിധാനം ഇല്ല. അപ്പോൾ ഇവിടെ ഒരു ശുചിമുറി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഒരു അത്യാവശ്യത്തിന് പോകണമെങ്കിൽ കുറച്ചധികം നടന്ന് സാഫല്യം കോംപ്ലക്സിൽ പോയാൽ മാത്രമാണ് ഒരു ശുചിമുറി പോലും ഇവിടത്തെ കച്ചവടത്തിനെത്തുന്നവർക്കായാലും സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവർക്കായാലും പ്രാഥമിക ആവശ്യങ്ങൾക്കായി ഈ ശുചിമുറി വേണമെങ്കിൽ സാഫല്യം കോംപ്ലക്സിൽ പോകേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അതായത് ഇത്രയധികം ഒരു നിരവധി ഘട്ടങ്ങളിലായി പല സർക്കാരുകൾ മാറി മാറി വന്നപ്പോൾ, നഗരസഭകൾ മാറി മാറി വന്നപ്പോൾ
ഒക്കെയും വലിയ രീതിയിലുള്ള വികസനം, അത് വികസനത്തിന്റെ പേരിൽ പല ഘട്ടങ്ങളിലായി വികസനം നടപ്പാക്കുന്നു. വീണ്ടും നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീമതി കുഞ്ഞില. ഇവിടെ ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഞങ്ങളുടെ തന്നെ മറ്റൊരു റിപ്പോർട്ട്, ഈ ഷീറ്റ് ടോയ്ലറ്റ്, ഈ ടോയ്ലറ്റ്, ഇതൊക്കെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന കാര്യങ്ങളാണ്. പക്ഷേ പലതും പ്രവർത്തനരഹിതമാണ്, ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്, കാട് കയറിയെടുത്തൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ആർക്കും ഉപയോഗിക്കാൻ കഴിയുന്നില്ല, ഉപകാരപ്രദമാകുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതിങ്ങനെ അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക, അത് വളരെ ആഘോഷപൂർവ്വം നടപ്പാക്കുക, പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവിടെ അപ്പോൾ കൃത്യമായ അലംഭാവം, ഇതൊന്നും ആവശ്യമുള്ളതല്ല, അല്ലെങ്കിൽ ഇതിനൊക്കെ ഇത്രയും പ്രാധാന്യമേ ഉള്ളൂ, കയ്യടി നേടുക മാത്രമാണ് ആവശ്യം, അതിനുശേഷം ഇതൊക്കെ എങ്ങനെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ? അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ന് അംഗീകരിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു പ്രയോറിറ്റി കൊടുത്തിട്ട് അത് പെട്ടെന്ന് നടപ്പാക്കാനുള്ളൊരു നടപടി, ഇതിപ്പം പുരുഷന്മാരെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെങ്കിൽ വളരെ പ്രാധാന്യത്തോടെ ഇത് നടപ്പാക്കിയേനെ. ഇത് സമൂഹത്തിലുള്ള പ്രാക്ടീസസിന്റെയും കൂടെ ഒരു പ്രതിഫലനമാണ്. ഇപ്പൊ ആണുങ്ങൾ പറയുന്നത് അവർക്ക് വഴിയിൽ നിന്ന് മൂത്രമൊഴിക്കുന്നതിന് പ്രശ്നമില്ല എന്ന് പറയുന്നതുകൊണ്ട് അവർക്കതൊരു പ്രശ്നമായിട്ട് അനുഭവപ്പെടാത്തതുകൊണ്ട് സ്ത്രീകൾക്ക് മാറ വേണം. അപ്പം അതൊരു അധിക ബാധ്യതയാണ് എന്നുള്ള മനോഭാവം ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളത് പറയുന്നത്. ഇപ്പം അതിന് നിയമ നടപടി ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുക എന്നല്ലാണ്ട് വേറൊരു പരിഹാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഒരുപാട് സ്ത്രീകൾ ജോലി ചെയ്യണ സ്ഥലത്തും ഒരൊറ്റ ബിൽഡിങ്ങിൽ മാത്രം ടോയ്ലറ്റ് ഉണ്ടാവുക, ജോലി ചെയ്യുന്നത് പോട്ടെ, യാത്ര ചെയ്യുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അപ്പം അവർക്കെല്ലാവർക്കും കൂടെ ഒരു ഏരിയയിൽ മൊത്തം ഒരു ടോയ്ലറ്റ് മാത്രമാവുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ ടോയ്ലറ്റുകൾ വന്നിട്ട് അത് ഉദ്ഘാടനത്തിന്റെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പ്രവർത്തനരഹിതമാവുക. അപ്പൊ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എവിടെയാണ് പരാതി പറയേണ്ടത്? അല്ലെങ്കിൽ ഇതിന് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടോ? വിളിച്ചു പറയാൻ പറ്റുന്ന നമ്പറുകളുണ്ടോ? അങ്ങനെ പ്രവർത്തനരഹിതമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി എടുക്കണ്ടേ? അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു കാര്യക്ഷമമായിട്ടുള്ള അല്ലെങ്കിൽ ദ്രുതഗതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് ഇൻപ്ലേസ് ആയിട്ടില്ല. അത് ഒരിക്കലും സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഇതിനെ അംഗീകരിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ഉണ്ടാവില്ല. അത് സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ അത് ഭൂരിഭാഗം ആണുങ്ങൾക്കും ഒരു ഭയങ്കര പ്രശ്നമായിട്ട് അനുഭവപ്പെടണം. അവരിതിനു വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ശബ്ദമുയർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും നടപടി ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഇത് സ്ത്രീകളുടെ മാത്രം പ്രശ്നമാണ്, അത്രയൊക്കെ പ്രാധാന്യം കൊടുത്താൽ മതി എന്നുള്ള നിലപാടുള്ളത് കൊണ്ടാണ് ഇതിന് കാര്യമായിട്ടുള്ള എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവാത്തതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുഞ്ഞില, ഇവിടെ ഏതെങ്കിലും പ്രഖ്യാപനങ്ങളുടെ കുറവോ അല്ലെങ്കിൽ ഫണ്ടില്ലായ്മയോ അങ്ങനെ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? നമുക്കറിയാം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രകടന പത്രികകൾ ഇറങ്ങുമ്പോൾ സ്ത്രീ സൗഹൃദം എന്ന നിലയിൽ കുറേയധികം പ്രഖ്യാപനങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടാകും. ഇപ്പോൾ ബജറ്റ് പ്രഖ്യാപനങ്ങൾ പോലും നോക്കിയാൽ സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന കുറേയധികം പദ്ധതികൾ പ്രഖ്യാപനങ്ങളായി ഉണ്ടാകും. പക്ഷെ അതൊക്കെ എത്രമാത്രം നടപ്പാകുന്നു, എത്രയൊക്കെ ഫലപ്രദമായി അത് കൊണ്ടുപോകുന്നു എന്നതൊരു പ്രശ്നമായി ഇവിടെ ഇല്ലേ? നമ്മൾ തന്നെയും സ്ത്രീകളുടെ ഈ പൊതു ഇടങ്ങളിലെ പ്രശ്നങ്ങൾ, അത് യാത്രയിൽ ഉൾപ്പെട്ട സ്ത്രീകളായാലും ഒരു സ്ഥലത്തേക്ക് എത്തപ്പെടുന്ന സ്ത്രീകളായാലും ഒക്കെ ഉള്ളതും പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെ എത്രയധികം റിപ്പോർട്ടുകൾ, എന്നിട്ടും സ്ത്രീ സുരക്ഷയുടെ അവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്കറിയാം. ഭരണസിരാ കേന്ദ്രങ്ങളിൽ പോലും അതിനടുത്ത് പോലും ഒക്കെ സ്ത്രീകൾ നിരന്തരം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ട്. അപ്പോൾ പദ്ധതികൾ ഇല്ലാത്തതോ ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താത്തതോ അല്ല, പക്ഷേ നടപ്പിലാക്കുന്ന പദ്ധതികൾ പോലും ശരിയാവണ്ണം നടന്നു വരുന്നില്ല എന്നത് തന്നെയാണ് ഇതിൽ അറിയാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ ഏറ്റവും താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് പറയുന്നത്. 8-9 മണിക്കൂറുകൾ ടോയ്ലറ്റിൽ പോകാൻ കഴിയാതെ, വെള്ളം കുടിക്കാൻ കഴിയാതെ അവർക്ക് ചെലവഴിക്കേണ്ടി വരുന്ന അവരുടെ അവസ്ഥ എന്താണോ നിങ്ങൾ അവിടെ വിജി പെൺകുട്ടി സമരത്തിലൂടെ ചൂണ്ടിക്കാട്ടിയത്, നിങ്ങൾ സിനിമയിലൂടെ ചൂണ്ടിക്കാട്ടിയത്, അതേ അനുഭവം ഈ തലസ്ഥാന നഗരിയിൽ സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇത്ര വർഷങ്ങൾക്കിപ്പുറവും. അല്ല, അത് ഈ പോളിസികൾ ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഇപ്പം നമ്മുടെ ബഡ്ജറ്റില് മറ്റേ മെൻസ്ട്രൽ പാഡ് 10 കോടിയാണ് മാറ്റിവെച്ചത്. അതെ, പക്ഷെ അത് എന്ത് തരം പോളിസിയാണെന്നാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യം തന്നെ. മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കേണ്ടവർ അത് ഉപയോഗിക്കട്ടെ.
പക്ഷെ അത് എന്ത് റിസർച്ചിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാവണമെന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. കാരണം അത് പല സ്റ്റഡികളും വരുന്നുണ്ട്, അത് ഏറ്റവും അനുയോജ്യമായെന്ന്, ഏറ്റവും ഹൈജീനിക് ആണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിലും എത്രയോ അടിസ്ഥാനപരമായ ആവശ്യമാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്നതാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം മെൻസ്ട്രൽ കപ്പാണ് ഏറ്റവും മഹത്തരം എന്നുള്ള സ്റ്റഡികൾ വരുന്നുണ്ടെങ്കിൽ അത് ഏത് ഗ്രൂപ്പ്, ഇപ്പൊ നിങ്ങൾ കുറെ പാളയത്തെ ഒരുപാട് തൊഴിലാളി സ്ത്രീകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവരിൽ എത്ര പേര് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നുണ്ട്? ഈ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ അത് കൃത്യമായിട്ട് മെൻസ്ട്രൽ കപ്പ് എന്താന്ന് പറയാ ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ട് ഒരു ബാത്റൂമിൽ ചെല്ലാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ എന്ത് ഫലമാണ് മെൻസ്ട്രൽ കപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവണത്? ഇപ്പം വൃത്തിയുള്ള ടോയ്ലറ്റ് ഇല്ലാതെ താട് മാറ്റാനും മെൻസ്ട്രൽ കപ്പ് ഒഴിച്ചു കളയാനുമുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് അതിലൊരു അർത്ഥമില്ലല്ലോ. പാഡ് മാറ്റുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അത്തരം ഒരിടത്ത് മെൻസ്ട്രൽ കപ്പ് മാറ്റുക എന്നത്. അതെ. അപ്പൊ മെൻസ്ട്രൽ കപ്പ് ഇപ്പം വൃത്തിയുള്ള സാഹചര്യം അല്ലാന്നുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷനിലേക്ക് നയിക്കാൻ, ഇപ്പൊ ഈ മൂത്രം പിടിച്ചു വെക്കാന്നുള്ളത് തന്നെ യൂറിനറി ഇൻഫെക്ഷൻ വരാനും അടിവയറ്റിലുള്ള വേദനയ്ക്കും ഒരുപാട് പ്രശ്നങ്ങൾ, അതിനൊക്കെ സ്റ്റഡി നടക്കുന്നുണ്ടോ? ഇപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഫണ്ട് വകയിരുത്തുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഈ ടോയ്ലറ്റ് പ്രവർത്തിക്കുന്നില്ല. സത്യത്തില് ഈ കോംപ്ലക്സുകളിൽ അവർ പണിയാനായിട്ട് പോകുമ്പോൾ ഇല്ലാത്ത ബാത്റൂം ഉണ്ട് എന്നുള്ള പ്ലാനിൽ കാണിച്ചാലേ അതിന് പെർമിറ്റ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉള്ളപ്പം എങ്ങനെയാണ് ടോയ്ലറ്റുകൾ ഇല്ലാത്ത ബിൽഡിങ്ങുകൾ പൊന്തി വരുന്നത്? അപ്പൊ അവിടെ കൃത്യമായിട്ട് ലാപ്സുകൾ ഉണ്ടാവുന്നുണ്ട്. ഓരോ നിയമങ്ങളും മറികടന്നുകൊണ്ട്, അതിനെ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം സ്ത്രീകളെ ബാധിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കണം. അപ്പം അതിനൊരു റിഡ്രസൽ സംവിധാനം വേണം. ഇങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവണം. എങ്കിൽ മാത്രമേലും പ്രയോജനം ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, വളരെ നന്ദി കുഞ്ഞില മസലാമണി ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിനും അഭിപ്രായം രേഖപ്പെടുത്തിയതിനും. ഇപ്പോൾ ശ്രീമതി ഷീന ഷുക്കൂർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി ഷീന ഷുക്കൂർ, ഇതാ ഈ 2023 സ്ത്രീകൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട ആവശ്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നതിലും ചർച്ച ചെയ്യേണ്ടി വരുന്നതിലും ലജ്ജ തോന്നുകയാണ്. പാളയത്തും ചാലയിലും മറ്റുമൊക്കെ, പേട്ടയിലും മറ്റുമൊക്കെ മാർക്കറ്റുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ശൗചാലയങ്ങൾ പോലും, വൃത്തിയുള്ള ശൗചാലയങ്ങൾ പോലുമില്ല. മണിക്കൂറുകളോളം അവർക്ക് ഇത്തരം സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് വെള്ളം കുടിക്കുന്നത് പോലും ഒഴിവാക്കി ജോലി ചെയ്യേണ്ടി വരുന്ന ഏറ്റവും ദുരിതപൂർണമായ സാഹചര്യം അവർ വിശദീകരിക്കുകയായിരുന്നു. മറ്റ് പൊതു ഇടങ്ങളിൽ, ഇപ്പോൾ ബസ് സ്റ്റാൻഡിലായാലും യാത്രയിലായാലും ജോലി സ്ഥലങ്ങളിലായാലും ഒക്കെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിരവധിയാണ്. വൃത്തിയുള്ള ശൗചാലയങ്ങളില്ല എന്നത് ഒരു വസ്തുതയാണ്. നമ്മൾ മറ്റൊരു റിപ്പോർട്ട് കാണിച്ചത് ഷീ ടോയ്ലറ്റുകൾ, ഈ ടോയ്ലറ്റുകൾ, ഇവ പലയിടങ്ങളിലും കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പലതും പ്രവർത്തനരഹിതമാണ് എന്ന അവസ്ഥ കൂടിയാണ്. താങ്കൾ എങ്ങനെ കാണുന്നു ഈ സാഹചര്യത്തെ? തീർച്ചയായിട്ടും ഇത് ഒരുപാട് നാളുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. നമ്മളൊക്കെ പലപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് നല്ലൊരു കംഫർട്ട് സ്റ്റേഷനോ അല്ലെങ്കിൽ വൃത്തിയായിട്ടൊന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് ഫ്രഷ് ആവാനോ ഉള്ള സൗകര്യങ്ങൾ ഇല്ലാത്ത അവസ്ഥകൾ പലപ്പോഴും നേരിട്ടിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് പല വർക്കിംഗ് ലേഡീസിനാണ് ഇത് ഏറ്റവും അധികം ബുദ്ധിമുട്ടാവുന്ന സാഹചര്യങ്ങൾ. കാരണം നമ്മുടെ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചിലപ്പം മാനേജ്മെന്റിന്റെ ഒരു താല്പര്യത്തിൽ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഓർഗനൈസ്ഡ് അല്ലാത്ത രീതി സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഇത് വലിയ വിഷയമായിട്ട് വന്നിട്ടുണ്ട്. സീരിയസ് ആയിട്ട് എടുക്കേണ്ട സംഗതിയാണ്. പിന്നെ ഈ വേറൊരു പ്രശ്നമുള്ളത്, നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഈ ടോയ്ലറ്റ് ഒക്കെ നശിച്ചു എന്ന് പറയുന്നില്ലേ, അതിലൊരു പരിധി വരെ നമ്മൾ എത്ര ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാലും പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ നമ്മൾ വളരെ പുറകോട്ട് പോകാറുണ്ട്. പൊതുവെ അതിനാണ് ഒരു കരുതൽ വേണ്ടത്. കാരണം ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ആണ് അതിൽ ചെയ്യുക. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാറില്ല. വേറൊരു കാര്യമുള്ളത്, നമ്മളിപ്പോ ഈ വ്യാപാര സ്ഥാപനങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ, അതില് ലൈസൻസ് കൊടുക്കണമെങ്കിൽ ഇത് മസ്റ്റ് ആണെന്നുള്ളൊരു സംവിധാനം വരണം. ഈ സംഗതി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റുള്ളൂ. സഫീഷ്യന്റ് ആയിട്ട് നിങ്ങളൊരു 100 സ്ത്രീകളെ അവിടെ എംപ്ലോയ്മെന്റിന് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായി, ഇപ്പൊ നമ്മള് ഒരു ലോ കോളേജ് തുടങ്ങണമെങ്കിൽ ബാർ കൗൺസിൽ പറയുന്നില്ലേ, ഇത്ര കുട്ടികളുള്ളതിന് ഇത്ര ബാത്റൂം വേണം.
എന്ന് സ്കൂൾ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ കർശനമായിട്ടുള്ള ഡയറക്ഷൻ ഉണ്ട്. സ്കൂൾ തുടങ്ങുമ്പോൾ ഇന്നത് വേണം. അതുപോലെ തന്നെയാണ് അതുപോലെ പ്രധാനപ്പെട്ടതാണല്ലോ ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ സ്ത്രീകൾ വർക്ക് ചെയ്യുമ്പോൾ. അപ്പം വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുമ്പോൾ ഇത് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഫംഗ്ഷനിങ് നടക്കുള്ളൂ എന്നുള്ളത് വളരെ കർശനമായി മോണിറ്റർ ചെയ്തിട്ട് നടപ്പിലാക്കേണ്ട സംഗതിയാണ്. പിന്നെ ഇപ്പൊ നേരത്തെ പറയുന്നത് കേട്ടോ, ഈ മെൻസ്ട്രൽ കപ്സ് ഉപയോഗിക്കുന്ന കാര്യം, അത് ഒരു നേരിയൊരു ആശ്വാസമാണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് ഇപ്പൊ എനിക്കറിയാം, എന്റെ സുഹൃത്തുക്കളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഈ പാഡ് ഉപയോഗിച്ചത് പൊതിഞ്ഞെടുത്ത് ഹാൻഡ് ബാഗിൽ വെച്ച് വീട്ടിൽ വന്ന് ഡിസ്പോസ് ചെയ്യുന്നത്, അത് മാറ്റുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ കൊള്ളൂല്ലാത്ത അവസ്ഥയിലാണ്. അപ്പൊ ഇത് കൈകാര്യം ചെയ്യണമെന്നുള്ളത്. പക്ഷെ വൃത്തിയുള്ള ടോയ്ലറ്റുകൾ ഇല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യും? അതൊന്ന് മാറാനോ മാറ്റിവെക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം, അതിനെക്കുറിച്ചാണ് മസല സൂചിപ്പിച്ചത്. മെൻസ്ട്രൽ കപ്പ് പക്ഷേ നമ്മള് അത് ഫാക്ടാണ്, നല്ല ബാത്റൂംസ് ഉണ്ടെങ്കിൽ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. പക്ഷെ ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ ബാത്റൂം ഇല്ലാത്തതിന്റെ പരിഹാരമായിട്ടല്ല മെൻസ്ട്രൽ കപ്പ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. മെൻസ്ട്രൽ കപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഹൈജീനിക് ആയിട്ട് അത്തരം വലിയ പ്രഖ്യാപനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ പോലും ഏറ്റവും അടിസ്ഥാനമായ, അതിലും എത്രയോ പ്രധാനപ്പെട്ടതാണ്, എത്രയോ അടിസ്ഥാനപരമായ കാര്യമാണ് നമ്മൾ ഇപ്പോൾ വീണ്ടും ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത് എന്നതാണ് നമ്മൾ അപ്പോൾ സൂചിപ്പിച്ചത്. അതെ, തീർച്ചയായിട്ടും ഇത് അഡ്രസ് ചെയ്യേണ്ടത് തന്നെയാണ്. അത് തന്നെയാണ് ഞാനും പ്രാധാന്യത്തോടെ പറയുന്നത്. ഏത് സ്ഥാപനങ്ങൾ വരുമ്പോഴും അതിന്റെ ലൈസൻസ് കൊടുക്കുമ്പോൾ ഗവൺമെന്റ് നേരിട്ട് എടുത്തിട്ട് അതിന് ആ ലൈസൻസിന്റെ കൂടെ വരേണ്ടത്, അല്ലെങ്കിൽ അത് ഫംഗ്ഷൻ ചെയ്യുമ്പം ഈ ഒരു സൗകര്യം ഉറപ്പാക്കിയ ശേഷം മാത്രമേ ചെയ്യൂ എന്നുള്ളത് കമ്പൽസറി ആക്കുക. പക്ഷെ ഇത് ഈ മെൻസ്ട്രൽ കപ്പ് പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മൾ മാറുന്ന സാഹചര്യം, പുറകോട്ടല്ലല്ലോ നടക്കേണ്ടത്. മാറുന്ന സാഹചര്യങ്ങൾക്ക് അത് നമ്മൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. തീർച്ചയായും മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം എല്ലായിടത്തും വേണം. അത് നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ഇത്തരം അടിസ്ഥാനപരമായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും അധികൃതരെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നതിൽ ലജ്ജയുണ്ട് എന്ന് കൂടിയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ എത്ര സമരങ്ങൾ കണ്ടു, എത്ര വലിയ ആവശ്യങ്ങൾ ഉയർന്നു, അതിനുശേഷവും വർഷങ്ങൾക്കിപ്പുറം നമുക്ക് അത് തന്നെ വീണ്ടും അധികൃതരെ ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ്. ഇവിടെ ഇതില്ല, സൗകര്യമില്ല, നിങ്ങൾ കൊണ്ടുവന്ന സൗകര്യങ്ങൾ പ്രവർത്തനരഹിതമാണ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. വളരെ നന്ദി ശ്രീമതി ഷീന ഷുക്കൂർ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും ഞങ്ങൾ ഈ ക്യാമ്പയിൻ, ഈ അന്വേഷണം തുടരും. സ്ത്രീകൾക്ക് അടിസ്ഥാന സൗകര്യമില്ലാതെ സ്ത്രീ സൗഹൃദ സമൂഹം എന്ന് മേനി നടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അത്തരം സൗകര്യങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പാക്കുകയും അവർക്ക് കൂടുതൽ പേർക്ക് തൊഴിലിലേക്ക് വരാൻ അനുയോജ്യമായ ഒരു സമൂഹം സൃഷ്ടിക്കുകയും അത്യാവശ്യമാണ്. അതിലേക്ക് അധികൃതരുടെ ശ്രദ്ധയെത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ റിപ്പോർട്ടുകൾ തുടരും, ഈ അന്വേഷണം തുടരും. ഐശ്വര്യയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മളൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. അതിനുശേഷം മറ്റു വാർത്തകൾ കാണാം. പാലക്കാട് ധോണി അരിമണി ഭാഗത്ത് തോട്ടത്തിന് തീപിടിച്ചു. സന്തോഷ് എന്നയാളുടെ റബ്ബർ തോട്ടത്തിലാണ് തീ പടർന്നത്. ഇതുപോലുള്ള ആവശ്യങ്ങൾ വന്നാൽ ബുദ്ധിമുട്ടാണ്. എന്തൊക്കെ അറിയാം. ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ്. സുബി സുരേഷിന് വിട. സുബി സുരേഷിന് അന്ത്യാഞ്ജലി. സംസ്കാര ചടങ്ങുകൾ ചേരാനെല്ലൂർ ശ്മശാനത്തിൽ നടക്കുന്നു. വരാപ്പുഴ പുത്തൻപള്ളി ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. വരാപ്പുഴയിലെ വീട്ടിൽ സുബിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേർ എത്തി. ഭാവനയുടെ തിരിച്ചുവരവ് ആഘോഷമാക്കി സിനിമാ രംഗത്തെ സുഹൃത്തുക്കൾ. വെൽക്കം ബാക്ക് ഭാവന എന്ന് പറഞ്ഞാണ് ഭാവനയെ താരങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. ഭാവന തന്നെയാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഭാവനയും ഷറഫുദ്ദീനും നായികന്മാരാകുന്ന എൻറ്റിക്കാക്കൊരു പ്രേമമുണ്ടായിരുന്ന ചിത്രം നാളെയാണ് തിയേറ്ററുകളിൽ എത്തുക. റിപ്പോർട്ടോടുകൂടി ലേഡീസ് ബാൻഡ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഭാവന, വെൽക്കം ബാക്ക്. വെൽക്കം ബാക്ക് ഭാവന. എല്ലാം അടിപൊളിയാവട്ടെ. God bless and good luck. Bhavana, keep rocking always. Hey Bhavna, welcome back.
here's to another super duper innings. Lots of love. Hey Queen, welcome back. Welcome back, Bhavana. Welcome back, Bhavana. Mwah.